ഹലോ നമസ്കാരം. ഉസ്താദേ, നമസ്കാരം. നമസ്കാരം. ഹലോ, എന്റെ പേര് ശരത്ത്. ഞാൻ എറണാകുളത്താണ് വിളിക്കണതേ. പറഞ്ഞോ. ഞാനേ ഉസ്താദിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു സംശയം ചോദിക്കാൻ വിളിച്ചാണ്. ആ ഉസ്താദ് മറ്റേ ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. ആ അപ്പൊ അതിനെപ്പറ്റി എന്താണെന്ന് ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടൊന്ന് ഇത് മുസ്ലിം സമുദായത്തോട് പറയുന്നത്, മുസ്ലിമീങ്ങളോട് മാത്രം പറയുന്നത്, ഇസ്ലാം മത വിശ്വാസികളോട് പറയുന്നതാണ്. അല്ല മറ്റാരെയും. ഇപ്പൊ നിങ്ങൾക്ക് വേറെ വിഭാഗത്തിന് അവരുടെ ആഘോഷങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ ആഹ്ലാദങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. യാതൊരു വിരോധമില്ല. ഒരു യഥാർത്ഥ ഹിന്ദുവാകുന്നത് എപ്പോഴാണെന്നറിയോ? അവന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ അടിയുറച്ച് നിൽക്കുമ്പോഴാണ്. ഒരു ക്രൈസ്തവനും അങ്ങനെ തന്നെയാണ്. അതേസമയം ഹിന്ദു അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഉസ്താദേ. ഇല്ല, ആർക്കും എന്തും ഏത് രൂപത്തിൽ ജീവിക്കാൻ ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ ഹിന്ദു അല്ലാണ്ട് നമുക്ക് ജീവിക്കാം. ഞാൻ ഹിന്ദുവായിട്ട് ജീവിക്കുന്ന ഒരാളല്ല. എന്റെ പേരിൽ ഹിന്ദു ഉണ്ടെന്നില്ല, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ആളല്ല. ഞാൻ ഈ പറയുന്നത് ഉദാഹരണം പറഞ്ഞല്ലേ, അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് ഹിന്ദുവായിട്ട് ജീവിക്കാൻ അവകാശം ഉണ്ടെന്ന്. എനിക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ അവകാശമില്ലേ? ഉണ്ട്. അപ്പൊ എനിക്ക് എന്റെ വിശ്വാസികളോട് എനിക്ക് പറഞ്ഞൂടെ? തീർച്ചയായിട്ടും പറയാം. അത് ഉസ്താദ് അത് പറഞ്ഞത് കൊണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ വിളിച്ചത്. അപ്പൊ എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ ഉസ്താദെ, 2-3 വർഷമായിട്ട് ഇപ്പൊ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരെല്ലാരും ഇങ്ങനെ പറയണതാണ് ഓണം ആഘോഷിക്കാൻ പാടില്ല, ഓണാഘോഷിക്കാൻ പാടില്ല എന്ന് എങ്ങനെ പറയാറുണ്ട്. പക്ഷെ എല്ലാ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങളും ഓണം ആഘോഷിക്കാറില്ല. എല്ലാവരും പിടിക്കണ്ട. അല്ല, നിങ്ങള് ഇപ്പോൾ ഉള്ള ആൾക്കാരത് ഓണാഘോഷിക്കാൻ സാധ്യതയില്ല, നമുക്ക് അറിയില്ല. അത് പക്ഷേ എനിക്ക് ഓണാഘോഷം മാത്രമല്ല, കള്ള് കുടിക്കാൻ താല്പര്യമില്ല, വ്യഭിചരിക്കാൻ താല്പര്യമില്ല. അതുപോലെ പറയട്ടെ പൊതുവാസങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിന്റെ അർത്ഥം അതാരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതല്ല എന്റെ അർത്ഥം. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. ഞാൻ സർവമത സത്യവാദിയല്ല, ഏകദൈവ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നതോടുകൂടി സ്നേഹിക്കുന്നതോടുകൂടി എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ല. ഇപ്പൊ ശരത്ത് വിളിക്കുമ്പോൾ ഞാൻ ശരത്തിനോട് ഈ സ്നേഹത്തിൽ തന്നെയല്ലേ സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയും. ഇസ്ലാമിന് മറ്റുള്ളവരെ കാരണം അറിയോ, വേദഗ്രന്ഥങ്ങളെല്ലാം എടുത്തു വെച്ചാലും മറ്റു മതങ്ങളെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞ ഒരേ ഒരു പ്രത്യശാസനം ഖുർആനാണ്. വല്ലാത്ത സുബുല്ലദിന ഇത് ഓനമിന്ദൂനില്ല, അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു വസ്തുവിനെയും ചീത്ത പറയാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഷംസീർ പറഞ്ഞത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എതിർത്ത്. ഗണപതി മിത്താന്ന് പറഞ്ഞപ്പം നമ്മളെല്ലാം ശക്തമായിട്ട് അപലപിക്കുകയും എതിർക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. ഒരു മതത്തെ ആക്ഷേപിക്കാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം, എന്നാൽ നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാനും പാടില്ല. ആയിക്കോട്ടെ ഉസ്താദ്, ഞാൻ അതിലൊന്നും എനിക്ക് ഉസ്താദിന്റെ ആ ഒരു നിലപാടുകളിലൊന്നും എനിക്ക് തർക്കമില്ലൊന്നുമില്ല. ഈ ഓണം പോലത്തെ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് ദുബായ് കിരീടാവകാശി ഇന്നലെ ഓണം സദ്യ ഉണ്ട്. എല്ലാ മലയാളികൾക്കും പുള്ളി ഓണം നേർന്നേക്കണേ. ഇസ്ലാം എന്ന് പറഞ്ഞാലേ ദുബായ് ഭരണാധികാരിയോ